സബ്സ്ക്രൈബ് ചെയ്യൂ ആൻഡ്രോയിഡ് മലയാളി ചാനൽ ഇപ്പോൾ തന്നെ. അതിനോടൊപ്പം പ്രസ് ചെയ്യൂ ബെല്ലൈക്കൺ, ഏറ്റവും പുതിയ വീഡിയോസ് ഏറ്റവും ആദ്യം കാണുന്നതിനായി. എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കമ്പ്യൂട്ടറിൽ വരുന്ന ടെമ്പററി ഫയലുകളൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. എൻ്റെ സിസ്റ്റം ഇതാണ്. വിൻഡോസ് 10 ആണ് എൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. i7 ആണ് പ്രൊസസ്സർ. അപ്പോൾ ഏത് സിസ്റ്റം ആണെങ്കിലും നമുക്ക് ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് കുറച്ചും കൂടി കൂട്ടാൻ സാധിക്കും. ആദ്യം നമ്മൾക്ക് റീസൈക്കിൾ ബിൻ എങ്ങനെ ക്ലിയർ ചെയ്യാൻ നോക്കാം. എൻ്റെ റീസൈക്കിൾ ബിന്നാണിത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്ലിയർ ചെയ്യാറുണ്ടെങ്കിലും കുറച്ച് ഫയൽസ് ഇതിലുണ്ട്. അപ്പം ഇത് ക്ലീൻ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ മാർഗ്ഗം, ഒന്നിക്കും നമുക്ക് ഇവിടുന്ന് എല്ലാം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിവിടെ ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഡെസ്ക്ടോപ്പിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ റീസൈക്കിൾ ബിന്നിൻ്റെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എംപ്റ്റി റീസൈക്കിൾ ബിൻ എന്നത് ക്ലിക്ക് ചെയ്യുക. അല്ലാതെയുള്ള ഓപ്ഷൻസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് സെലക്ട് ഓൾ പിന്നെ ഡിലീറ്റ് ഒക്കെ ചെയ്യാൻ, ഇത് ജസ്റ്റ് നിങ്ങൾ ഇവിടെ എംപ്റ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് ചെയ്യാവുന്നതാണ്. അടുത്തതാണ് ടെംപ് ഫോൾഡർ ക്ലിയർ ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ വിൻഡോസ് കീയും അതുപോലെ 6 എന്ന കീയും പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിൽ ഇതേപോലെ ടെംപ് എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു ഫോൾഡർ തുറന്നു വരും. അപ്പോൾ ഇതിലിപ്പോൾ 411 ഫയൽസ് ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ ചിലപ്പം GB കണക്കിന് ഫയലുകൾ ഉണ്ടാവാം. അപ്പം ഈ ഫോൾഡർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം Ctrl+A പ്രസ് ചെയ്യുക. എന്നിട്ട് ഇതിലെ എല്ലാ ഫോൾഡേഴ്സും സെലക്ട് ചെയ്യുക. പിന്നീട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്താൽ നേരെ റീസൈക്കിൾ ബിന്നിലേക്ക് പോകും. എന്നാൽ നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് എന്തായി അത് റീസൈക്കിൾ ബിന്നിൽ പോകാതെ ഡയറക്റ്റ് ഡിലീറ്റ് ആവും. കുറച്ച് ഫയലുകൾ ഡിലീറ്റ് ആവില്ല, അതിങ്ങനെ സ്കിപ്പ് കൊടുക്കുക. അല്ലെങ്കിൽ ഡു ദി സോർ ഫോൾ എന്നിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്കിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നിച്ച് ആ പ്രോസസ്സ് നടക്കും. ഓരോന്നിനും സ്കിപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് എൻ്റെ സിസ്റ്റത്തിൽ ഇപ്പം എന്താ അറിയില്ല, കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ഇത് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട്. കുറച്ച് ഡിലേ ഉണ്ട് വോയിസ് ഓവറിൽ. കാരണം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തതിന് ശേഷം ആണ് വോയിസ് ഓവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ഡിലേ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ടെംപ് ഫോൾഡർ 2 എണ്ണം ഉണ്ട്, ഒന്നല്ല. ഇത് ശതമാനം, അതായത് പെർസെൻറ്റേജിലെ ശതമാനം ടെംപ്, അതാണ് ഈ സംഭവം. ഇത് കൂടാതെ വേറെ ഇങ്ങനെയുള്ള ഒരു ടെംപ് ഫോൾഡറും കൂടിയുണ്ട്. അതും കൂടി നമ്മൾക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, CPU നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലെങ്കിൽ, ഇപ്പം ഞാനിവിടെ OBSൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ 5% CPU യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ സാധാരണ 3% അല്ലെങ്കിൽ അതിൽ താഴെ നിൽക്കാൻ പാടുള്ളൂ സാധാരണയായിട്ട്, ഒന്നും പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മൾക്ക് അടുത്തതെടുക്കാം. വിൻഡോസ് കീ മാറും പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സ് വരും. അതിനകത്ത് ജസ്റ്റ് നിങ്ങൾ ടെംപ് ടെംപ് ടൈപ്പ് ചെയ്യുക. കണ്ടോ, ഇങ്ങനൊരു ഫോൾഡർ വരും. അതിലെല്ലാ ഫയലും നിങ്ങൾ Ctrl+A അടിച്ച് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇതിൽ 16 MB ഉള്ളൂ, 67 ഫയൽ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ ചെയ്യാറുണ്ട്. അപ്പം ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നിങ്ങൾ ഡിലീറ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പെർമനൻ്റ് ആയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് പറ്റും, അത് നേരെ റീസൈക്കിൾ ബിന്ന് പോകും. പിന്നെ അതേ പോയിട്ട് റീസൈക്കിൾ ബിന്നെ ക്ലിയർ ചെയ്യണം. അപ്പം ഇവിടെയും സെയിം പ്രോസസ്സ് തന്നെയാണ്. അപ്പം കുറച്ച് ഫയൽ ഡിലീറ്റ് ആവില്ല, കാരണം ഇപ്പം ആൻറ്റിവൈറസിൻ്റെ കുറച്ച് ഫയലുകൾ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾക്ക് ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആയതുകൊണ്ട് തന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഫയൽ ഇവിടെ ഉണ്ടാവും. ചില സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്ത് ഡിലീറ്റ് ആവാത്ത ഫയൽ ഒന്നുകൂടി ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു വെക്കുക. അപ്പോൾ കുറച്ചുകൂടി ഫയൽ ഡിലീറ്റ് ആവാറുണ്ട്. ഇനി അടുത്ത ഫോൾഡർ പ്രിഫെച്ച് എന്നുള്ള ഫോൾഡറാണ്. PREFETCH. ഒന്നുകൂടി ഓർമ്മിക്കുക, PREFETCH. ഇങ്ങനെ ടൈപ്പ് ചെയ്യാം. പക്ഷേ എൻ്റർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പെർമിഷൻ ചോദിക്കും. അതിൽ നിങ്ങൾ ജസ്റ്റ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു ഫോൾഡർ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഈ ഫോൾഡറിൽ നമ്മൾ നേരത്തെ പറഞ്ഞതേപോലെ തന്നെ Ctrl+A പ്രസ് ചെയ്യുക, എല്ലാം സെലക്ട് ആവും. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പം ഇതിൽ 217 ഫയലുണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, അതിനുശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഡിലീറ്റ് കൊടുക്കുന്നു. ഇവിടെ കാണും നിങ്ങൾക്ക് ഈ ഫയൽ നമ്മൾ ഇതേപോലെ തന്നെ ഡിലീറ്റ് ചെയ്യുന്നു. സെയിം പ്രോസസ്സ് തന്നെയാണ്. ഇവിടെയും കുറച്ചെണ്ണം ചിലപ്പോൾ ഡിലീറ്റ് ആവില്ല, അത് ആവാത്ത ഫയൽ നമുക്ക് ഒഴിവാക്കാം. ഇനി അടുത്തത് റീസെൻറ്റ് ഫോൾഡറാണ്. ഇത് ക്ലിയർ ചെയ്യണമെന്നില്ല, കാരണം ഇതൊക്കെ ഷോർട്ട് കട്ടാണ്. നമ്മൾ അവസാനം ഉപയോഗിച്ച ഫയലുകൾ നമുക്ക് എളുപ്പം ലഭിക്കുന്നതിനായി വിൻഡോസ് ക്രിയേറ്റ് ചെയ്യുന്ന ഷോർട്ട് കട്ടുകൾ മാത്രമാണ്. അപ്പം ഇത് ക്ലിയറിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ക്ലിയർ ചെയ്യാം. ഞാൻ എന്തായാലും ചെയ്യുന്നില്ല. നിങ്ങൾ Ctrl+A അടിച്ച് ജസ്റ്റ് ഡിലീറ്റ് കൊടുത്താൽ മതി. റീസൈക്കിൾ ബിന്നിൽ പോകാതെ തന്നെ ഇത് ക്ലിയർ ആവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ ചെയ്യുക. കാരണം നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചെറിയ മെമ്മറിയിൽ വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ ഇത് സഹായിക്കും. കൂടാതെ നമ്മളെ
സിസ്റ്റത്തിൻ്റെ പ്രോസസ്സും ഇത് കൂട്ടും. കാരണം കുറേ വലിയ ഫയലുകൾ കൊണ്ടല്ല ബുദ്ധിമുട്ടുകൾ കമ്പ്യൂട്ടറുകൾക്ക് ഉണ്ടാവുക, കുറേ കുഞ്ഞു ഫയലുകൾ ധാരാളമാകുമ്പോഴാണ് കമ്പ്യൂട്ടറിൻ്റെ സ്പീഡൊക്കെ കുറയാനുള്ള ചാൻസസ് കൂടുതൽ. വിൻഡോസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും ട്യൂട്ടോറിയൽ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, ഞാനത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിനായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.